ഈ സ്ത്രീ തന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ തന്റെ കാറിന്റെ അടിയിൽ നിന്നും ഒരു ശബ്ദം കേൾക്കുന്നു. എന്താണ് അത് എന്ന് ആശ്ചര്യത്തോടെ നോക്കിയപ്പോൾ അത് ഒരു മാൻകുട്ടി കാറിനടിയിൽ പെട്ട് കിടക്കുകയായിരുന്നു. ആ സ്ത്രീ ആ മാൻകുട്ടിയെ കാട്ടിലുപേക്ഷിക്കാതെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. പിന്നീട് അതിന് പാലും ഭക്ഷണവും എല്ലാം നൽകി അതിനെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ വളർത്തുന്നു. മാൻകുട്ടി വളരുന്നത് വളരെ സന്തോഷത്തോടെയാണ് അവർ കണ്ടിരുന്നത്. പിന്നീട് അവർ തീരുമാനിക്കുന്നു ഈ മാൻകുട്ടിയെ കാട്ടിൽ തന്നെ വിടാമെന്ന്. അങ്ങനെ അവർ ആ മാൻകുട്ടിയെ കാട്ടിൽ കൊണ്ടുവിടുന്നു. എന്നാൽ കുറച്ചു ദിവസത്തിന് ശേഷം ആ മാൻകുട്ടി തിരിച്ചു വരുന്നു. ആ വീട്ടുകാർക്ക് അത് വളരെ അത്ഭുതമായി തോന്നി. കാരണം ആ മാൻകുട്ടി തിരിച്ചു വന്നത് ഒറ്റക്കല്ല തന്റെ അമ്മയെയും കൂട്ടിയാണ്. ഒരു ദിവസം വൈകുന്നേരം ഈ വ്യക്തി തന്റെ ജനലിനരികിൽ ഒരു ചെറിയ മൂങ്ങക്കുട്ടിയെ കാണുന്നു. അയാൾ ആ മൂങ്ങക്കുട്ടിക്ക് ഭക്ഷണം നൽകാൻ ശ്രമിക്കുന്നു. വരെ പേടിച്ചിട്ടാണെങ്കിലും ആ മൂങ്ങക്കുട്ടി അയാളിൽ നിന്നും ഭക്ഷണം വാങ്ങി പറന്നു പോകുന്നു. എന്നാൽ അയാളെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് പിറ്റേ ദിവസം ആ മൂങ്ങ ഭക്ഷണം വാങ്ങാനായി തിരിച്ചു അയാളുടെ അടുത്തേക്ക് വരുന്നു. അങ്ങനെ എല്ലാ ദിവസവും വരുന്ന ആ മൂങ്ങ അയാളോട് വളരെ അധികം അടുക്കുന്നു. പിന്നീട് അവർ നല്ല സുഹൃത്തുക്കളാക്കുന്നു. ഈ അമ്മ ഗൂസ് തന്റെ പരിക്ക് പറ്റിയ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി കരഞ്ഞുകൊണ്ട് മനുഷ്യനോട് സഹായം ചോദിക്കുന്നു. ഗൂസിന്റെ ശബ്ദം കേട്ട് ഓടി വന്ന ഈ സ്ത്രീ ഗൂസ് കുട്ടിയെ പരിശോധിച്ചു പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കുന്നു. പിന്നീട് അതിന് ആവശ്യമായ മരുന്നും ഭക്ഷണവും നൽകുന്നു. പിന്നീട് കുറച്ചു ദിവസങ്ങൾക്കു ശേഷം അതിന്റെ അസുഖം കുറഞ്ഞപ്പോൾ അതിന്റെ അമ്മയുടെ അടുത്ത് തന്നെ അതിനെ തുറന്നുവിടുന്നു. ഈ മനുഷ്യൻ വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന ഈ സിംഹത്തെ പിന്നിൽ നിന്ന് പേടിപ്പിക്കുന്നു. പെട്ടെന്നു പേടിച്ചു പുറകിലോട്ട് നോക്കിയ സിംഹത്തിന് മനസ്സിലാക്കുന്നു തന്നെ ഇത്രയും കാലം വളർത്തിയ മനുഷ്യനാണ് പേടിപ്പിച്ചതെന്നു. ഇത്രയും കാലം വളർത്തിയതുകൊണ്ട് തന്നെ ഈ സിംഹത്തിന് ഈ മനുഷ്യനോട് വലിയ സ്നേഹമാണ്.